ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 2, 2024 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഈ ആഴ്ച ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങൾ നടന്നിരുന്നു. അത് ഏറ്റവും പ്രശസ്തമായ പ്രീമിയർ ലീഗിലും അതുപോലെ സ്പാനിഷ് ലീഗിലും സീറിയയിലും ബുണ്ടസ് ലീഗയിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലും സൗദി പ്രോ ലീഗിലും ഒക്കെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആഴ്ച നടന്ന മത്സരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ലിവർപൂളിൻ്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ച് നടന്നതായിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടും അത് ശ്രദ്ധാകേന്ദ്രമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ക്ലബ്ബ്, അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ക്ലബ്ബ് പ്രീമിയർ ലിവർപൂളാണ്. അതുപോലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലും ലിവർപൂൾ തന്നെയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പോയിൻ്റ് നിലയിൽ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അവർ കഴിഞ്ഞ 3-4 വർഷമായി ലോകത്തിലെ 1-ാം നമ്പർ ക്ലബ്ബായിരുന്നു. പക്ഷേ 1.5 മാസമായി അവർ താഴോട്ടുള്ള വീഴ്ചയിലാണ്. അവസാനം നടന്ന 6 മത്സരങ്ങളും അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. 5 മത്സരങ്ങൾ പരാജയപ്പെട്ടു, 1 മത്സരം സമനിലയിൽ അവസാനിച്ചു. അപ്പോൾ ഈ 6ാമത്തെ മത്സരം എങ്ങനെയായിരിക്കും എന്നറിയാൻ എല്ലാവർക്കും കൗതുകം ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും ശക്തമായൊരു ടീമിൻ്റെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ പെപ്പ് ഗാർഡിയോള, സൂപ്പർ കോച്ച് പെപ്പ് ഗാർഡിയോള എങ്ങനെയാണ് ടീമിനെ ഒരുക്കിയതെന്ന് നമുക്ക് നോക്കാം. സ്ട്രൈക്കറായിട്ട് എർലിംഗ് ഹാലൻഡ് വന്നു. അദ്ദേഹം തന്നെയാണ് കുറേ കാലമായിട്ട് അവിടെ സ്ഥിരം സ്ട്രൈക്കർ, വേറെ ആരും സിറ്റിയിലില്ല. പിന്നെ അതിന് തൊട്ട് പുറകിൽ ഫോഡൻ, ബെർണാഡോ സിൽവ, നൂനസ് എന്നിവരാണ് അണിനിരുന്നത്. അതിന് പുറകിൽ ഗുണ്ടോഗാനും റൈക്കോ ലൂയിസും അണിനിരുന്നു. പിന്നെ പിൻനിരയിൽ ആക്കെ, അകഞ്ചി, കൈലി വാക്കർ, റൂബൻ ഡയസ്. ഈ റൂബൻ ഡയസ് 1 മാസമായി കളത്തിൽ ഇറങ്ങാത്ത ആളായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തായിരുന്നു. 1 മാസത്തിന് ശേഷം ആണ് ഇപ്പോൾ ആദ്യമായിട്ട് കളത്തിലിറങ്ങിയത്. ഗോളിയായിട്ട് ഈ പ്രാവശ്യം എഡേഴ്സൺ ഉണ്ടായിരുന്നില്ല, ഒർട്ടേഗയായിരുന്നു സിറ്റിയുടെ ഗോളി. ഇനി ലിവർപൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, അവരുടെ സ്ട്രൈക്കറായിട്ട് ഗാക്പോ ആണ്. പിന്നെ വിങ്ങറായിട്ട് മുഹമ്മദ് സാല ഉണ്ട്, അതുപോലെ ലൂയിസ് ഡയസ് ഉണ്ട്, പിന്നെ സോബോസ്റ്റോസ്, നമ്മളെ ഹംഗേറിയൻ മിഡ്ഫീൽഡറാണ്. അവരാണ് ഇതിൻ്റെ മിഡ്ഫീൽഡറായിട്ടുണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുണ്ടായിരുന്നത്. പിന്നെ പിൻനിരയിലാണെങ്കിൽ നമുക്കറിയാം വാൻജിക്ക് ഉണ്ടായിരുന്നു, അതുപോലെ അലക്സാണ്ടർ ആർണോൾഡ് ഉണ്ടായിരുന്നു, ഒക്കെ പ്രശസ്തരായ കളിക്കാരാണ്. ഗോളിയായിട്ട് അവരുടെ 1-ാം നമ്പർ ഗോളി നമുക്കറിയാം അലിസൺ പരിക്കുപറ്റി പുറത്താണ്, വേറെ ഗോളിയുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ടീമിനെ അണിനിർത്തിയത്. അങ്ങനെ മത്സരം തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് സിറ്റി ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. പന്ത് മുഴുവൻ സമയം കൈവശം വെച്ചത് ലിവർപൂളായിരുന്നു. 12-ാം മിനിറ്റിൽ ലിവർപൂൾ ആദ്യ വെടി പൊട്ടിച്ചു. നമുക്കറിയാം, മുഹമ്മദ് സാലയുടെ പാസിൽ നിന്ന് ഗാക്പോ ഗോൾ നേടി 1-0 ലീഡ് നേടി. ഇങ്ങനെ ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷമാണ് സിറ്റി കുറേശ്ശെ ഉണർന്ന് കളിക്കാൻ തുടങ്ങിയത്. എന്നാലും അതുവരെ പൊസഷൻ ബേസ് നോക്കുകയാണെങ്കിൽ 63% പൊസഷൻ ലിവർപൂളിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. പിന്നെ ഷോട്ട് ഓൺ ടാർജറ്റ് ആണെങ്കിൽ നമുക്കറിയാം, ലിവർപൂൾ 4 ഷോട്ടായിട്ട് അടിച്ചിട്ടുണ്ട്. സിറ്റിക്കാണെങ്കിൽ ലിവർപൂളിൻ്റെ ബോക്സിലേക്ക് എത്താനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കറിയാം, 35-ാമത്തെ മിനിറ്റിൽ ഗുണ്ടോഗാനെ ലിവർപൂളിൻ്റെ കളിക്കാരൻ ഫൗൾ ചെയ്തു. അതിൻ്റെ പേരിൽ അവർക്കൊരു ഫ്രീ കിക്ക് കിട്ടി. അപ്പോഴാണ് ഇവരുടെ ബോളൊന്ന് ബോക്സിലേക്ക് എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് സിറ്റി ഒന്ന് ഉണർന്ന് കളിച്ചു. 2-ാം പകുതിയുടെ തുടക്കത്തിലൊക്കെ സിറ്റി തന്നെയാണ് നന്നായിട്ട് കളിച്ചത്, നന്നായിട്ട് പാസ് ചെയ്തതും ഒക്കെ സിറ്റി തന്നെയാണ്. പക്ഷേ 75-ാമത്തെ മിനിറ്റിൽ ഇടയ്ക്ക് ഇവർ പ്രത്യാക്രമണം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രത്യാക്രമണം എന്നപ്പോൾ തമ്മിലുള്ള ഫൗളിന് നമുക്കറിയാം അവർക്കൊരു സിറ്റിക്കെതിരായി ഒരു പെനാൽറ്റി വിധിച്ചു. ആ പെനാൽറ്റി മുഹമ്മദ് സാല ഗോളാക്കി മാറ്റി.
ഇങ്ങനെ 2-0 പരാജയമാണ് സിറ്റി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതോടുകൂടി ലിവർപൂളിൻ്റെ 1-ാം സ്ഥാനത്തുള്ള ലീഡ് കൂടുതൽ വർദ്ധിച്ചു. മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ 2-ാം സ്ഥാനത്ത് ആർസനലും 3-ാം സ്ഥാനത്ത് ചെൽസിയും 4-ാം സ്ഥാനത്ത് ബ്രൈറ്റണുമാണ്. അതുപോലെ ഈ തുടർ പരാജയങ്ങളോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റിയുടെ 1-ാം റാങ്ക് എന്ന പദവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിൽ അവർ ഇപ്പോൾ 3-ാം റാങ്കിലും ഒക്കെ താഴെയായിട്ടാണ് കിടക്കുന്നത് അവരുടെ റാങ്കിങ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ. പിന്നെ പ്രീമിയർ ലീഗിലെ പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4 ഗോളുകൾക്ക് എവർട്ടണെ പരാജയപ്പെടുത്തി. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റൂബൻ അമോറിം ആണ് അവരുടെ കോച്ച്, പോർച്ചുഗീസ് കോച്ചാണ്. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. അതിലാണ് അവർ 4 ഗോളിന് വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ചെൽസി 3 ഗോളുകൾക്ക് അസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തി. നമുക്കറിയാം അസ്റ്റൺ വില്ല എന്ന് പറയുന്നത് അവിടെ കാവൽ നിൽക്കുന്നത് അർജൻറ്റീന ഗോളിയാണ് എമിലിയാനോ മാർട്ടിനസാണ്. പക്ഷേ അദ്ദേഹത്തിനും ഈ പറഞ്ഞ മാതിരി കുറച്ച് കാലമായിട്ട് കഷ്ടകാലമാണ്. തുടരെ ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ചെൽസിക്ക് വേണ്ടി കോൾ പാമർ നല്ലൊരു ഗോൾ അടിച്ചിരുന്നു. മറ്റൊരു മത്സരത്തിൽ ആർസനൽ 2-നെതിരെ 5 ഗോളുകൾക്ക് വെസ്റ്റ് ഹാമിനെ പരാജയപ്പെടുത്തി. അതുപോലെ നമുക്കറിയാം ലാ ലീഗയിൽ, അതായത് സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡ് ഇന്നലെ വിജയിച്ചു. 2 ഗോളുകൾക്ക് ഗെറ്റാഫെ പരാജയപ്പെടുത്തി. കിലിയൻ എംബാപ്പെ 1 ഗോൾ ഇന്നലെ നേടിയിരുന്നു. നമുക്കറിയാം കുറേ ദിവസമായിട്ട് കിലിയൻ എംബാപ്പെ ഫോമില്ലാത്ത കാരണം ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട്. ഇന്നലത്തെ ഗോളോടി അതിന് കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലാ ലീഗിൽ അദ്ദേഹം ഇപ്പോൾ ഗോളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിലാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നമുള്ളത്. മറ്റൊരു ഗോള് ജൂഡ് ബെല്ലിംഗ്ഹാം പെനാൽറ്റിയുടെ നേടിയായിരുന്നു. അങ്ങനെ 2-0 ജയിച്ചത്. അതേസമയം ഈ ആഴ്ച നടന്ന മറ്റൊരു മത്സരത്തിൽ ബാർസലോണ പരാജയപ്പെടുകയാണ് ചെയ്തത്. നമുക്കറിയാം ബാഴ്സലോണയ്ക്കും ഇപ്പോൾ ലാ ലീഗയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ 3 പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ ഒരൊറ്റ പോയിൻ്റ് മാത്രം മുമ്പിലാണ് ബാഴ്സലോണ ഉള്ളത്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ആഴ്ച എതിരില്ലാത്ത 5 ഗോളുകളുടെ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് ബാഴ്സലോണയും 2-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡും 3-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡും ആണ്. സീറിയയിൽ ഇപ്പോൾ നാപ്പോളിയാണ് 1-ാം സ്ഥാനത്ത് ഉള്ളത്. ഇൻ്റർ മിലാൻ 3-ാം സ്ഥാനത്താണ് ഉള്ളത്. ബുണ്ടസ് ലീഗയിൽ, അതായത് ജർമ്മൻ ലീഗിൽ ബയേൺ മ്യൂണിക്കാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത്. ഇനി നമുക്കറിയാം ഒരുപാട് പ്രശസ്തരായ കളിക്കാർ കളിക്കുന്ന സൗദി പ്രോ ലീഗ് നമുക്കറിയാം ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ കരീം ബെൻസീമ തുടങ്ങിയവരൊക്കെ കളിക്കുന്ന ലീഗുണ്ട്. അപ്പോൾ ഈ ആഴ്ച നടന്നൊരു മത്സരത്തിൽ കരീം ബെൻസീമ നയിക്കുന്ന അൽ ഇത്തിഹാദ് തകർപ്പൻ വിജയം 4 ഗോളിൻ്റെ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണിപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത് പോയിൻ്റ് ടേബിളിൽ. അതേസമയം നമ്മുടെ നെയ്മർ ജൂനിയറിൻ്റെ ടീമായ അൽ ഹിലാൽ, നെയ്മർ കളിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ടീമായ അൽ ഹിലാൽ നിലവിൽ 2-ാം സ്ഥാനത്താണ്. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ നായകനായ അൽ നാസർ ക്ലബ്ബ് ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. ഇനി നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ നടന്നൊരു മത്സരത്തിൽ ഒഡീഷ FC ബാംഗ്ലൂർ FCയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടുകൂടി ബാംഗ്ലൂർ FC 2-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 1-ാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.